ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം. ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഡു യു നോ വാട്ട് ഈസ് മീൻ ബൈ എ സെൽ? സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങൾ അഥവാ സെല്ലുകൾ കൊണ്ടാണെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ബാറ്ററിയെ നമ്മൾ പലപ്പോഴും സെല്ലെന്ന് വിളിക്കാറുണ്ട്. മൊബൈൽ ഫോണിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? സെല്ല് എന്ന് വിളിക്കാറുണ്ട്. ശരിക്കും വാട്ട് ഈസ് മീൻ ബൈ എ സെൽ? സെൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ശരീരത്തിലാണെങ്കിലും ബാറ്ററി ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിങ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്ന ഏതൊരു ഡിവൈസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രദ്ധിക്കണേ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിങ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഇലക്ട്രോ കെമിസ്ട്രിയിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സെല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തും കൊണ്ട് കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യുന്ന സെല്ലുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ബാറ്ററി ഇല്ലേ, ബാറ്ററി. ഈ ബാറ്ററിയിൽ നമ്മൾ വയർ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കിനും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ബൾബ് കത്തൂലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ എനർജി അവിടെ എന്താക്കി മാറ്റുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. ഇനി കുറച്ച് വാട്ടർ എടുക്കുക, ആസിഡിഫൈഡ് വാട്ടർ. അതിലേക്ക് 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ച് ബാറ്ററി വഴി നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജനും ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യാറില്ലേ? കെമിക്കൽ ചേഞ്ചസ് നടക്കാറില്ലേ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട്? ഈ രണ്ട് പ്രോസസ്സുകളും നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. ഇത് 2 ടൈപ്പിലാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. ഒന്ന് ഗാൽവാനിക് സെൽ, മെറ്റൽ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ മുക്കി വെച്ച് ഇമ്മേഴ്സ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഡിവൈസാണ് ഏതെന്ന് പറയുന്നത്? ഗാൽവാനിക് സെൽ. എന്നുവെച്ചാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ്. മറ്റൊന്ന് ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുക. ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് കെമിക്കൽ ചേഞ്ച്. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആസിഡിഫൈഡ് വാട്ടർ എടുത്തിട്ട് അതിൽ 2 ഇലക്ട്രോഡ് ഇറക്കി വെച്ച് അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് റിലീസ് ചെയ്യുന്ന കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇതോടെ നോക്കണേ. ഗാൽവാനിക് സെൽ കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നുണ്ട്. അതേ സമയത്ത് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് എന്തുണ്ടാക്കുക? കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുക. ഇതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ഈ ചാപ്റ്ററിൽ വൃത്തിയായിട്ട് നടക്കാൻ പോകുന്നത്.